ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് പാർട്ട് 10. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാനാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായത് പവർഫുൾ ആയിട്ടുള്ള സിംഗിൾ ക്യാൻഡിൽസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കാം, അവിടെ പോയിട്ട് കാണാം. ഈ വീഡിയോയിൽ സിംഗിൾ ക്യാൻഡിൽസ് അല്ല മൾട്ടിപ്പിൾ ക്യാൻഡിൽസ് വെച്ചിട്ടാണ് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോസിലേക്ക് പോവാം. ട്രെൻഡ് റിവേഴ്സൽസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാൻഡിൽസ് ആണ് എൻഗൾഫിംഗ് പാറ്റേൺസ്. ബുള്ളിഷ് എൻഗൾഫിങ്ങും ബെയറിഷ് എൻഗൾഫിങ്ങും രണ്ട് പാറ്റേൺസ് ഉണ്ട്. റെസിസ്റ്റൻസ് ലെവലിലോ അതേപോലെ സപ്പോർട്ട് ലെവലിലോ നമുക്കിത് കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള കാൻഡിലെക്കാട്ടിയും വലുതായിരിക്കും രണ്ടാമതായിട്ട് വന്നിട്ടുള്ള കാൻഡിൽസ് ഉണ്ടാകുക. എൻഗൾഫിംഗ് കാൻഡിലിന്റെ ലോജിക് എന്താണെന്ന് നമുക്ക് നോക്കാം. ബുള്ളിഷ് എൻഗൾഫിങ് ഒരു സപ്പോർട്ട് ലെവലാണ് നമുക്ക് ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് ലോജിക്ക് എന്ന് വെച്ചാൽ സെല്ലേഴ്സ് മാർക്കറ്റിലുണ്ട്, ഡൗൺ സൈഡിലേക്ക് വരുത്താണ്. ഒരു സപ്പോർട്ട് ലെവൽ പ്രീവിയസ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ ഒരു ലെവൽസ് ടച്ച് ചെയ്യുന്ന സമയത്ത് സെല്ലേഴ്സിനെക്കാട്ടിയും കൂടുതൽ ബയേഴ്സ് വരുന്നു. അതെങ്ങനെ കൺഫേം ആകുന്നത്? പ്രീവിയസ് ആയിട്ട് വന്ന റെഡ് ക്യാൻഡിലെക്കാട്ടിയും മുകളിലായിരിക്കും ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുണ്ടാകാം. അതേപോലെ തന്നെ ഓപ്പണിന്റെ താഴോട്ടേക്ക്, അതായത് രണ്ടാമതായിട്ട് വന്നിട്ട് ബുള്ളിഷ് ക്യാൻഡിലിന്റെ ഓപ്പണിന്റെ താഴോട്ടേക്ക് ചെറുതായിട്ടൊരു വിക്ക് പോയിട്ട് മുകളിലായിരിക്കും ക്ലോസ് ചെയ്യുന്നുണ്ടാകുക. പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്യാൻഡിൽ, അതായത് ഈ ബുള്ളിഷ് ക്യാൻഡിൽ മുന്നേ ഉള്ള റെഡ് ക്യാൻഡിൽ പൂർണ്ണമായിട്ടും ഈ ബുള്ളിഷ് ക്യാൻഡിലിന്റെ അകത്തായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഇതിന്റെ എൻട്രി കൺഫർമേഷൻ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഈ ബുള്ളിഷ് ക്യാൻഡിന്റെ അപ്സൈഡിലേക്ക് ഒരു ക്യാൻഡിൽ ഓപ്പൺ ആകുന്ന സമയത്ത് നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഈ ക്യാൻഡിൽ താഴെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് എടുക്കാവുന്നതാണ്. മറ്റു കാര്യങ്ങളും കൺഫ്ലുവൻസ് കൊടുത്തിട്ടാണ് നമുക്ക് ട്രേഡ് എടുക്കേണ്ടത്. നമ്മൾ ബാക്കി ട്രേഡും കാര്യങ്ങളെല്ലാം, അതായത് സെറ്റപ്പും കാര്യങ്ങളെല്ലാം അടുത്ത് വരുന്ന വീഡിയോസിൽ പറയുന്നതാണ്. ഇതൊരു ക്യാൻഡിൽസ് വെച്ചിട്ട് എങ്ങനെ എൻട്രി എടുക്കാന്നുള്ള ഐഡിയാസ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ബെയറിഷ് എൻഗൾഫിങ്ങിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ബെയറിഷ് എൻഗൾഫിങ് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഫോം ആകുന്നുണ്ടെങ്കിൽ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാൻ പറ്റുന്നതാണ്. ബെയറിഷ് എൻഗൾഫിങ് ഫോം ആകുന്നത് ഫസ്റ്റ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ആകുന്നു. രണ്ടാമതായിട്ട് വരുന്ന റെഡ് ക്യാൻഡിൽ ഈ ഗ്രീൻ ക്യാൻഡിലെക്കാട്ടിയും വലുതായിരിക്കും ഉണ്ടാകുക. അതേപോലെ തന്നെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ റെഡ് ക്യാൻഡിലെ ഉള്ളിലായിരിക്കും, അതായത് അകത്തായിരിക്കും ഉണ്ടാകുക. അതിനുശേഷം നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് റെഡ് ക്യാൻഡിലെ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ഓപ്പണിംഗ് വരുന്ന സമയത്ത് തന്നെ ട്രേഡ് പ്ലേസ് ചെയ്യാം. ടാർഗറ്റ് നെക്സ്റ്റ് സ്വിംഗിലോ നോക്കാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊരു കണ്ടിന്യൂഷൻ പാറ്റേൺ പഠിക്കാം. ബുള്ളിഷ് 3 മെത്തേഡ്, ബെയറിഷ് 3 മെത്തേഡ് എന്നാണ് ഇതിന്റെ നെയിം വരുന്നത്. ബുള്ളിഷ് മാർക്കറ്റും അതേപോലെ ബെയറിഷ് മാർക്കറ്റും കണ്ടിന്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് ക്രിയേറ്റ് ആവുന്ന ഒരു പാറ്റേൺ ആണ് ഈ രണ്ട് പാറ്റേൺസും. നമുക്കിതിന്റെ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് നോക്കാം, ലോജിക് എന്താണെന്ന് മനസ്സിലാക്കാം. അപ് ട്രെൻഡ് മാർക്കറ്റിൽ കണ്ടിന്യൂഷനിൽ ട്രേഡ് എടുക്കാൻ പറ്റിയില്ല ഒരു ക്യാൻഡിൽസ് മെത്തേഡാണ് റൈസിംഗ് 3 മെത്തേഡ്. ഗ്രീൻ ക്യാൻഡിലെ ഫോർമേഷന് ശേഷം ഒരു പുൾ ബാക്ക് കിട്ടുന്നു. പുൾ ബാക്ക് വരുന്ന സമയത്ത് ക്രിയേറ്റ് ആവുന്ന റെഡ് ക്യാൻഡിൽസ് വളരെ വോളിയം കുറഞ്ഞതും ചെറുതായിരിക്കും. അതിനുശേഷം വീണ്ടും വോളിയത്തോടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നു. നേരത്തെ ക്രിയേറ്റ് ആയിട്ടുള്ള ഗ്രീൻ ക്യാൻഡിൽ അതേ ലെവലിലോ അല്ലെങ്കിൽ അതിന്റെ മുകളിലോട്ടേക്കോ ഒരു അപ്സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് പോലെ ക്രിയേറ്റ് ആയിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് നെക്സ്റ്റ് ക്യാൻഡിലെ ഓപ്പണിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ഗ്രീൻ ക്യാൻഡിൽ ഡൗൺ സൈഡും വെക്കാൻ പറ്റുന്നതാണ്. ലോജിക്ക് നോക്കലാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അതായത് ചെറുതായിട്ടുള്ള ഒരു അപ് ട്രെൻഡിലേക്ക് പോകുന്ന സമയത്ത് ചെറുതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അതേപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കറപ്ഷൻ ആയിട്ടാണ് നമുക്ക് ഈ മെത്തേഡിനെയും അതേപോലെ തന്നെ ഇതിനെ ലോജിക്കായിട്ടും കാണാൻ പറ്റുന്നത്. നമുക്ക് റീ എൻട്രി ചെയ്യാനുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമുക്കിത് എടുക്കാൻ പറ്റുന്നത്. മാർക്കറ്റിലേക്ക് നോക്കുന്ന സമയത്ത് ബുള്ളിഷ് സൈഡിലേക്ക് കണ്ടിന്യൂ ചെയ്ത് വരുന്നു. ഒരിക്കലും ഒരു മാർക്കറ്റിൽ ഒരു മൂവ്മെന്റ് വരുന്ന സമയത്ത് സിംഗിൾ ലൈനിൽ ഒറ്റ അടിക്ക് മുകളിലോട്ടേക്ക് പോവില്ല. ഒരു അപ്സൈഡിലേക്ക് ഒരു പോകുന്നു, ഒരു കറപ്ഷൻ വരുന്നു. ഇങ്ങനെയുള്ള കറപ്ഷനാണ് ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയുള്ള റൈസിംഗ് 3 മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്കൊരു പുൾ ബാക്കിൽ എൻട്രി ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയും അതേപോലെ തന്നെ ഒരു ഈസി ആയിട്ടുള്ള ഒരു എൻട്രി സെറ്റപ്പും കൂടിയാണ്, ഒരു പവർഫുൾ ആയിട്ടുള്ള മെത്തേഡും കൂടിയാണ്. നമുക്കിനി ഒരു ബെയറിഷ് റൈസിംഗ് 3 മെത്തേഡിന്റെ ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. സൈഡിലേക്ക് പോകുമ്പം ബുള്ളിഷ് 3 മെത്തേഡ് ക്രിയേറ്റ് ആയ പോലെ തന്നെയാണ് ഡൗൺ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫാളിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ബെയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നു, പുൾ ബാക്ക് വരുന്ന ഗ്രീൻ ക്യാൻഡിൽസ് ചെറുതായിരിക്കും, വളരെ വോളിയം കുറഞ്ഞിട്ടായിരിക്കും ക്യാൻഡിൽസ് ക്രിയേറ്റ് ആവുന്നുണ്ടാകുക. വീണ്ടും ഡൗൺ സൈഡിലേക്ക് ഒരു വോളിയത്തോടെ ഒരു ബെയറിഷ് ക്യാൻഡിൽ ക്രിയേറ്റ് ആവുന്നു. എൻട്രി എടുക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് ക്യാൻഡിൽ ഓപ്പണിംഗിൽ നമുക്ക് എൻട്രി പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ബെയറിഷ് ക്യാൻഡിൽ അപ് സൈഡ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഫോർമേഷനിലായിരിക്കും ഫാളിംഗ് 3 മെത്തേഡ് ക്രിയേറ്റ് ആവുന്നുണ്ടാകുക.
അടുത്തത് നമ്മളൊരു റിവേഴ്സൽ പാറ്റേൺ ആയിട്ടുള്ള മോർണിംഗ് സ്റ്റാർ ആണ് നോക്കാൻ പോകുന്നത്. അപ്സൈഡിലേക്കുള്ള ഒരു ട്രെൻഡ് റിവേഴ്സൽ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാൻഡിലാണ് മോർണിംഗ് സ്റ്റാർ. നമുക്ക് ഇതിന്റെ ലോജിക് എന്താണെന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. മോർണിംഗ് സ്റ്റാർ ഒരു സപ്പോർട്ട് ലെവൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്സൈഡിലേക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് എന്താണ് ഇതിന്റെ ലോജിക് നോക്കാം. ഡൗൺ സൈഡിലേക്ക് സെല്ലേഴ്സ് കണ്ടിന്യൂ ചെയ്ത് വരുന്ന ഒരു ഹിസ്റ്റോറിക്കൽ ലെവലോ അല്ലെങ്കിൽ ഒരു സോണോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ലെവലോ എത്തുന്ന സമയത്ത് എന്താണ് ക്രിയേറ്റ് ആകുന്നത് നമുക്ക് നോക്കാം. സെല്ലേഴ്സ് വരുന്നു, അതിനുശേഷം ഒരു ഇൻഡിഷൻ ക്യാനൽ ക്രിയേറ്റ് ആകുന്നു, ഒരു സ്മോൾ ക്യാനൽ, അതായത് സെല്ലേഴ്സിനെക്കാട്ടിയും നേരത്തെ വന്നില്ല ക്യാനലിനെക്കാട്ടിയും ചെറുതായിരിക്കും ഈ ക്യാനൽ ക്രിയേറ്റ് ആകുന്നുണ്ടാവുക. ഗ്രീനോ റെഡോ ആകാം, നമുക്ക് കളറ് മാറ്റർ ചെയ്യുന്നില്ല. തേർഡ് ക്യാനൽ വരുന്നത് നേരത്തെ വന്നില്ല ആ റെഡിന് സമാനമായിട്ടുള്ള ഒരു ഗ്രീൻ ക്യാനലാണ് വന്നിട്ടുണ്ടാകുന്നത്. നമുക്ക് അവിടെ കാണാൻ വെച്ചാൽ സെല്ലേഴ്സ് വരുന്നു, നമുക്ക് വോളിയം കുറയുന്നു, ഒരു ഇൻഡിഷൻ ഉണ്ടാകുന്നു, അതിനുശേഷം ബയേഴ്സ് ആഡ് ആകുന്നു. നമുക്കൊരു റിവേഴ്സലാണ് നമുക്കവിടെ സൂചിപ്പിക്കുന്നുണ്ടാകുക. നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത് തേർഡ് ക്യാനൽ അപ്സൈഡിൽ ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോർത്ത് ക്യാനൽ ഓപ്പണിംഗ് നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാൻ പറ്റുന്നത് ഈ മോർണിംഗ് സ്റ്റാറിന്റെ ഡൗൺ സൈഡ് നമുക്ക് സ്റ്റോപ്പ് ലോസ് ലോയിൽ നമുക്ക് സ്റ്റോപ്പ് ലോസും പ്ലേസ് ചെയ്യാം. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈവനിങ് സ്റ്റാർ ആണ്. എങ്ങനെയാണ് ഒരു മോർണിംഗ് സ്റ്റാർ ക്രിയേറ്റ് ആയിട്ടുള്ളത്, അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ആകുന്നത്. അപ്പ് സൈഡിലേക്കാണ് നമ്മൾ മോർണിംഗ് സ്റ്റാറിൽ റിവേഴ്സൽ നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഈവനിങ് സ്റ്റാറിൽ ഡൗൺ സൈഡിലേക്കാണ് നമ്മൾ റിവേഴ്സൽ നോക്കുന്നത്. എങ്ങനെയാണ് ഇതിന്റെ ലോജിക്ക് വർക്കൗട്ട് ആകുന്നത്, എങ്ങനെയാണ് ഇത് ഫോം ചെയ്യുന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ആകുന്നത് ഒരു സെല്ലിംഗ് സോണിലോ ഒരു റെസിസ്റ്റൻസ് ലെവലിലോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് റിവേഴ്സൽ ട്രേഡ് നോക്കാൻ പറ്റുന്നതാണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. എങ്ങനെയാണ് ഒരു ഈവനിങ് സ്റ്റാർ ക്രിയേറ്റ് ആണെന്ന് നോക്കാം. അപ്സൈഡിലേക്ക് ഒരു ഗ്രീൻ ക്യാനൽ ക്ലോസ് ചെയ്യുന്നു, നെക്സ്റ്റ് സെക്കൻഡ് ക്യാനൽ നമുക്ക് വരുന്നത് ഒരു ഇൻഡിഷൻ ക്യാനലായിരിക്കും. അത് നമുക്ക് റെഡോ അല്ലെങ്കിൽ ഗ്രീനോ ആയിട്ട് നോക്കാം, ഒരു കളർ നമുക്ക് മാറ്റർ ആയിട്ട് വരുന്നില്ല. തേർഡ് ക്യാനൽ വരുന്നത് ഒരു ബെയറിഷ് ക്യാനലായിരിക്കും. എങ്ങനെയാണോ ഒരു ഗ്രീൻ ക്യാനൽ ഫോം ആയിട്ടുള്ളത് അതിന്റെ സെയിം ഒരു ലെവലിൽ തന്നെ ആയിരിക്കും റെഡ് ക്യാനൽ ഫോം ചെയ്യുന്നുണ്ടാകുക. നമുക്ക് ഫോർത്ത് ക്യാനൽ ഓപ്പണിങ്ങിൽ നമുക്ക് ട്രേഡ് നമുക്ക് ഡൗൺ സൈഡിലേക്ക് സെൽ എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. ഇതിന് ലോജിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ, അപ്സൈഡിലേക്ക് മാർക്കറ്റ് കയറി വരുന്നു, ഒരു ഗ്രീൻ ക്യാനൽ ക്രിയേറ്റ് ചെയ്ത് അപ്സൈഡിലേക്ക് വരുന്നു. സെല്ലിംഗ് സോണിലേക്ക് എത്തിയ സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ ബയേഴ്സിന്റെ വോളിയം ഡ്രെയിൻ ആകുന്നു, കുറഞ്ഞു വരുന്നു, ഒരു ഇൻഡിഷൻ ക്രിയേറ്റ് ആകുന്നു, സെല്ലേഴ്സ് ആഡ് ആകുന്നു. അതാണ് സെല്ലേഴ്സ് ആഡ് ആകുന്നതാണ് ആ വലിയ റെഡ് ക്യാനൽ നമുക്ക് തേർഡ് ക്യാനലായിട്ട് കാണാൻ പറ്റുന്നത്. എൻട്രി നമുക്ക് ഫോർത്ത് ക്യാനൽ എടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈവനിങ് സ്റ്റാറിന്റെ അപ്സൈഡും ടാർഗറ്റ് നെക്സ്റ്റ് സ്വിംഗ് ലോയും നമുക്ക് നോക്കാൻ പറ്റുന്നതാണ്. അടുത്ത ക്യാൻഡിൽസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുള്ളിഷ് ഹറാമി, ബെയറിഷ് ഹറാമി. ഹറാമായിട്ടുള്ള ക്യാൻഡിലല്ല, ജാപ്പനീസ് നെയിമാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള നെയിംസും കാര്യങ്ങളും ക്യാൻഡിൽസിന് വരുന്നത്. നമുക്ക് എന്താണ് ഇതിന്റെ ലോജിക്ക്, എന്താണ് ഇതിന്റെ ട്രേഡ് സെറ്റപ്പ് കാര്യങ്ങൾ നോക്കാം. ഇത് ഒരു റിവേഴ്സൽ ക്യാൻഡിൽസ് പാറ്റേൺ ആണ്. എങ്ങനെയാണ് ഇത് വർക്കൗട്ട് ആകുന്നതെന്ന് നോക്കാം. ബുള്ളിഷ് ഹറാമി പാറ്റേൺ എങ്ങനെയാണ് ക്രിയേറ്റ് ആകുന്നത് നോക്കാം. ഫസ്റ്റ് ഒരു റെഡ് ക്യാൻഡിൽ വരുന്നു, ശേഷം രണ്ടാമത് വരുന്ന ക്യാൻഡിൽ ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും. ഒരു ഗ്യാപ്പ് അപ്പ് നിന്നിട്ടായിരിക്കും ക്യാൻഡിൽ ഓപ്പൺ ആയിട്ട് ഉണ്ടാകുക. സെക്കൻഡ് ക്യാൻഡിൽ ക്ലോസ് ആയിട്ട് നോക്കലാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിന്റെ അകത്തായിരിക്കും ഫോം ആയിട്ട് ഉണ്ടാകുക. മൊത്തത്തിൽ ഒരു എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് ഫസ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു ബുള്ളിഷ് എൻഗൾഫിങ്ങും ബെയറിഷ് എൻഗൾഫിങ്ങും. ഇതിനെ എൻഗൾഫ് ചെയ്തിട്ടുള്ള ക്യാൻഡിൽ ലെഫ്റ്റ് സൈഡിലായിരുന്നു, ഇവിടെ റൈറ്റ് സൈഡിലാണ് എൻഗൾഫ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതിന് എൻട്രി നോക്കലാണെന്നുണ്ടെങ്കിൽ റെഡ് ക്യാൻഡിൽ അപ്പ് സൈഡിലേക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യുന്ന സമയത്ത് എൻട്രി നോക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് ബുള്ളിഷ് ഹറാമി പാറ്റേണിന്റെ ഡൗൺ സൈഡിൽ നോക്കാൻ പറ്റുന്നതാണ്. ബുള്ളിഷ് ഹറാമി പാറ്റേണിന്റെ ലോജിക്ക് എന്താണെന്ന് നോക്കാം. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു, ഒരു ബൈയിങ് ലെവൽ, ഒരു ബൈയിങ് സോണിൽ ടാപ്പ് ചെയ്യുന്നു, സപ്പോർട്ട് ലെവലോ എന്തോ ആയിക്കോട്ടെ. അവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് പ്രൈസ് ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. സെല്ലേഴ്സിനെക്കാട്ടിയും ബൈസ് ആഡ് ആയിട്ട് ആ ലെവൽസിൽ വരികയാണ് ചെയ്യുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യുന്നില്ല. പ്രൈസ് ഒരു ഇൻസൈഡർ ക്യാൻഡിൽ, അതായത് നമ്മുടെ നേരത്തെ വന്നിട്ടുള്ള ക്യാൻഡിലെ സെയിം അകത്ത് തന്നെ ഒരു പ്രഷറിൽ ഹോൾഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുക. പിന്നെ നമുക്കൊരു ബൈയിങ് മൊമെന്റം കിട്ടുന്നത് ആ റെഡ് ക്യാൻഡിലെ ഹൈ ബ്രേക്ക് ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് ബയേഴ്സ് ആഡ് ആകുക. ഈ സമയത്താണ് ആൾക്കാർ കൺഫർമേഷനുള്ള രീതിയിൽ ട്രേഡും കാര്യങ്ങൾ പ്ലേസ് ചെയ്യുന്നുണ്ടാകുക. അങ്ങനെയാണ് ഒരു റിവേഴ്സൽ ട്രേഡ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ബെയറിഷ് ഹറാമി പാറ്റേണിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. പ്രൈസ് അപ്പ് സൈഡിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നു, അതിനുശേഷം പ്രൈസ് ഒരു ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഹറാമി പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നു, ലോ കട്ട് ചെയ്തിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു. എപ്പോഴും ഇതേപോലെ പ്രൈസ് പിക്ചർ പെർഫെക്റ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണമെന്നില്ല, SLും കാര്യങ്ങളെല്ലാം വരും. അതേപോലെ ക്യാൻഡിൽസ് മാത്രം വെച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റില്ല, കുറച്ചും കൂടി കൺഫ്ലുവൻസും കാര്യങ്ങളും നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അടുത്ത വീഡിയോയിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, മേജർ ആയിട്ടുള്ള കീ ലെവൽസും കാര്യങ്ങൾ എങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാം, ചാർട്ട് പാറ്റേൺസ്, ഇതെങ്ങനെ നമ്മൾ ഒരു ലിക്വിഡിറ്റി ആയിട്ട് മാറുന്നു, എങ്ങനെ ലിക്വിഡിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം, ഈ കാര്യങ്ങളെല്ലാവർക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാകാം. ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ആണ് അങ്ങോട്ടേക്കുള്ള വീഡിയോസിൽ വരാൻ പോകുന്നത്. അപ്പോൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.